Hi students, welcome to Learnino. അപ്പോൾ നമ്മൾ RCC ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ബോണ്ട് സ്ട്രെസ് ഡെവലപ്മെൻറ്റ് ലെങ്ത് അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന പോർഷനാണ്. അപ്പോൾ നമുക്ക് ആ പോർഷൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് സൈഡ് ഫേസ് റീൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഈ സൈഡ് ഫേസ് റീൻഫോഴ്സ്മെൻറ്റ് എപ്പോഴാണ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് കൊടുക്കുന്നത്? ബീമിൽ ക്രാക്സ് വരുന്നത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, ബീംസിൽ ക്രാക്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? സൈഡ് ഫേസ് റീൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത്. അത് എപ്പോഴൊക്കെയാണ് കൊടുക്കുക? അതായത് ടോട്ടൽ ഡെപ്ത്ത് ഗ്രേറ്റർ ദാൻ 750 mm ആവുന്ന സമയത്ത്. ഓക്കെ, ഈ കേസ് വരുന്നത് ഈ ബീംസിൽ ടോർഷൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഡെപ്ത്ത് ഗ്രേറ്റർ ദാൻ 750 mm ആയിരിക്കുന്ന സമയത്തും അതുപോലെ തന്നെ ടോർഷന് വിധേയമാവാത്ത ബീംസിലുമാണ്. ഓക്കെ, ഇനി ഈ ബീംസിൽ ടോർഷൻ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴാണ് കൊടുക്കുക? ഡെപ്ത് ഓഫ് ബീം ഈസ് ഗ്രേറ്റർ ദാൻ 450 mm വരുന്ന കേസിലാണ് കൊടുക്കുക. ഓക്കെ, ബീം ടോർഷന് വിധേയമാവുകയാണെങ്കിൽ ഡെപ്ത് ഓഫ് ബീം ഈസ് ഗ്രേറ്റർ ദാൻ 450 mm വരുന്ന കേസിലാണ് നമ്മൾ സൈഡ് ഫേസ് റീൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ ടോർഷന് വിധേയമാവാത്ത കേസസിലാണെങ്കിൽ ടോട്ടൽ ഡെപ്ത് എന്ന് പറയുന്നത് 750 mm ഗ്രേറ്റർ ആവുന്ന കേസസിലാണ് നമ്മൾ എന്ത് കൊടുക്കുക? സൈഡ് ഫേസ് റീൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുക. ഇനി നെക്സ്റ്റ് സൈഡ് ഫേസ് റീൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ് കൊടുക്കുക? വെബ് ഏരിയയുടെ 0.1% ആണ് കൊടുക്കുക. ഓക്കെ, സൈഡ് ഫേസ് റീൻഫോഴ്സ്മെൻറ്റ് വെബ് ഏരിയയുടെ 0.1% ആണ് കൊടുക്കുക. അതുപോലെ തന്നെ ബോത്ത് സൈഡ്സിലും അത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ഓക്കെ, ബോത്ത് സൈഡ്സിലും ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടാണ് നമ്മൾ സൈഡ് ഫേസ് റീൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുക വിത്ത് എ സ്പേസിങ് ഓഫ് 300 mm ഓർ വെബ് തിക്നെസ്. ഓക്കെ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ബോണ്ട്. അപ്പോൾ നമ്മൾ RCCയിൽ നമുക്കറിയാം എന്തൊക്കെയുണ്ട്. സ്റ്റീലുണ്ട്, അതുപോലെ തന്നെ കോൺക്രീറ്റും ഉണ്ട്. അപ്പോൾ ഒരു ഫോഴ്സ് വരുന്ന സമയത്ത് ഇത് രണ്ടും അതായത് ഒരുമിച്ച് റെസിസ്റ്റ് ചെയ്യണം അല്ലേ, ഒരുമിച്ച് ഒന്നായിട്ട് ആക്ട് ചെയ്യണം അല്ലേ, സ്ലിപ്പേജൊന്നും ഇല്ലാതെ ഒരുമിച്ച് ആക്ട് ചെയ്യണം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് തമ്മിലുള്ള പ്രോപ്പർ ബോണ്ട് എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വിത്ത് ദ പെർഫെക്റ്റ് ബോണ്ട് ബിറ്റ്വീൻ ദം ദ പ്ലെയിൻ സെക്ഷൻസ് ഓഫ് ബീം റിമൈൻസ് പ്ലെയിൻ ഈവൻ ആഫ്റ്റർ ബെൻഡിങ്. ഓക്കെ, നെക്സ്റ്റ് വൺ ബോണ്ട് സ്ട്രെസ്. ബോണ്ട് സ്ട്രെസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പം നമ്മൾ ഒരു സ്ട്രക്ചറിൽ, ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിൽ ഒരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഇൻറ്റേർണലി ആ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യും അല്ലേ. ആ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയയാണ് നമ്മൾ എന്ത് പറയുക? സ്ട്രെസ് എന്ന് പറയാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ ഒരു ടെൻഷൻ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കും. ഒരു ടെൻഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ റീൻഫോഴ്സ്മെൻറ്റിൻ്റെയും കോൺക്രീറ്റിൻ്റെയും സർഫസിലായിട്ട് എന്ത് ഫോം ചെയ്യും? ഷിയർ ഫോഴ്സ് ഫോം ചെയ്യും. ഓക്കെ, ഈ ഷിയർ ഫോഴ്സ് പെർ യൂണിറ്റ് നോമിനൽ സർഫസ് ഏരിയ ഓഫ് എ റീൻഫോഴ്സിങ് ബാറിനെയാണ് നമ്മൾ എന്ത് പറയുക? ബോണ്ട് സ്ട്രെസ് എന്ന് പറയാം. ഓക്കെ, ഈ ഡെവലപ്പ് ചെയ്യുന്ന ഈ ഷിയർ ഫോഴ്സ് പെർ എന്താണ്? റീൻഫോഴ്സിങ് ബാറിൻ്റെ നോമിനൽ സർഫസ് ഏരിയ. അതെങ്ങനെ ആക്ട് ചെയ്യാം? അതായത് ബാറിന് പാരലൽ ആയിട്ടാണ് ആക്ട് ചെയ്യുക ഓൺ ദ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ബാർസ് ആൻഡ് സറൗണ്ടിങ് കോൺക്രീറ്റ്. ഓൺ ദ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ബാർസ് ആൻഡ് സറൗണ്ടിങ് കോൺക്രീറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ബോണ്ട് സ്ട്രെസ്. അപ്പോൾ ഡെഫിനേഷൻ തന്നിട്ട് എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ നെക്സ്റ്റ് എന്താണ്? ബോണ്ട് സ്ട്രെസ് ആണ് വരിക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഡിസൈൻ ബോണ്ട് സ്ട്രെസ്. ഓക്കെ, ഇതിലെന്താണ് പറയുന്നത്? ആസ് പെർ ദ സെക്ഷൻ മെൻഷൻസ് ദാറ്റ്, അതായത് ഈ ലോക്കൽ ബോണ്ട് സ്ട്രെസ് വേരീസ് എലോങ് ദ ലെങ്ത് ഓഫ് ദ റീൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, ദെൻ ആവറേജ് ബോണ്ട് സ്ട്രെസ് ഗീവ്സ് ദ ആവറേജ് വാല്യൂ ത്രൂ ഔട്ട് ഇറ്റ്സ് ഡെവലപ്മെൻറ്റ് ലെങ്ത്. ഓക്കെ, അതുപോലെ തന്നെ ദിസ് ആവറേജ് ബോണ്ട് സ്ട്രെസ് ഇസ് സ്റ്റിൽ യൂസ്ഡ് ഇൻ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്. IS 456 has mentioned about it in clause B 2.1.2. Okay. And next ഡിസൈൻ ബോണ്ട് സ്ട്രെസ്സിൽ നമ്മൾ ടോ ബി ഡി
കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടോബിഡി ഫോർ പ്ലെയിൻ ബാർസ് ഇൻ ടെൻഷനാണ് നമ്മുടെ ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ടോബിഡി ഫോർ പ്ലെയിൻ ബാർസ് ഇൻ ടെൻഷൻ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത് ബാർസ് ഇൻ കംപ്രഷൻ ആണെങ്കിൽ, അതായത് ഈ ബോണ്ട് സ്ട്രെസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും, ടോബിഡി നമ്മൾ എടുക്കുന്ന സമയത്ത് പ്ലെയിൻ ബാർസ് ഇൻ ടെൻഷൻ ആണെങ്കിൽ നമുക്ക് നേരിട്ട് ടേബിളിൽ നിന്ന് തന്നെ എടുക്കാം. പക്ഷേ ബാർസ് ഇൻ കംപ്രഷൻ ആണെങ്കിൽ ഈ തന്നിരിക്കുന്ന ടേബിളിൽ നിന്നും ദ ബോണ്ട് സ്ട്രെസ് ഷോൾ ബി ഇൻക്രീസ്ഡ് ബൈ 25%. ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? 25% ഇൻക്രീസ് ചെയ്യണം. അതുപോലെ തന്നെ ഡീഫോംഡ് ബാർസിൻ്റെ കേസസിലാണെങ്കിൽ എന്ത് ചെയ്യണം? ടേബിളിലുള്ള വാല്യൂസ് ഷുഡ് ബി ഇൻക്രീസ്ഡ് ബൈ 60%. ഓക്കെ, ബാർസ് ഇൻ കംപ്രഷൻ ആണെങ്കിൽ 25%, ഡീഫോംഡ് ബാർസിൻ്റെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ 60% നമുക്ക് എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ ആങ്കറിങ് റീഇൻഫോഴ്സിങ് ബാർസ്. അപ്പോൾ അതിലെന്താ പറയുന്നത്? The development length obtained by providing straight or maybe partially straight or partially anchored. ഇപ്പോൾ ആങ്കറേജ് നമ്മൾ നോർമലി ഹൂക്സ് ആയിട്ടോ അല്ലെങ്കിൽ ബെൻസ് ആയിട്ടോ ആണ് പ്രൊവൈഡ് ചെയ്യാറ്. ആങ്കറേജ് നമ്മൾ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുക? നോർമലി ഹുക്സ് ആയിട്ടോ അല്ലെങ്കിൽ ബെൻസ് ആയിട്ടോ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആങ്കറിങ് റീഇൻഫോഴ്സിങ് ബാർസ്. ഓക്കെ, ആങ്കറിങ് ബാർസ് ഇൻ ടെൻഷൻ ആണെങ്കിൽ the deformed bars may not needed end anchorages if the development length requirement is satisfied. Okay, hooks should normally be provided for plain bars in tension. Plain bars in tension ആണെങ്കിൽ നമ്മൾ ഹുക്സ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, സ്റ്റാൻഡേർഡ് ഹുക്സ് ആൻഡ് ബെൻസ് ഷുഡ് ബി ആസ് പെർ IS 2502. ഓക്കെ ഓക്കെ അപ്പം ആങ്കറിങ് റീഇൻഫോഴ്സിങ് ബാർസ് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? ഓക്കെ, ബെൻസായിട്ടും ഹുക്സായിട്ടും എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? അത് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബോണ്ടിനെ കുറിച്ചാണ് ഓക്കെ ആങ്കറിങ് എങ്ങനെയൊക്കെയാണ് ചെയ്യാമെന്നാണ് നോക്കിയത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.